260 പേർ മരണപ്പെട്ട അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ വിമാനത്തിൽ 54 ടൺ 54,000 കിലോഗ്രാം ഏതാണ്ട് 70,000 ലിറ്റർ ഇന്ധനമുണ്ടായിരുന്നു. സാധാരണ യാത്രാ വിമാനങ്ങളിലൊക്കെ അവയുടെ വലിപ്പവും സഞ്ചരിക്കേണ്ട ദൂരവുമൊക്കെ അനുസരിച്ച് 40,000 ലിറ്റർ മുതൽ ഇന്ധനം ഉണ്ടാകും. ഏറ്റവും വലിയ യാത്രാ വിമാനമായ എയർബസ് A380യുടെ ഫ്യുവൽ കപ്പാസിറ്റി 3,20,000 ലിറ്റർ 2.5 ലക്ഷം കിലോഗ്രാം അഥവാ 250 ടണ്ണാണ്. എൻ്റെ അമ്മോ എന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും ചുമക്കാനുള്ള വയറൊക്കെ ഈ വിമാനങ്ങൾക്കുണ്ടോ? ഇത് എവിടാണപ്പാ ഈ കുത്തി നിറയ്ക്കുന്നത്? കണ്ടാൽ പറയില്ലല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ? അതാണ് സുഹൃത്തുക്കളെ വിമാനത്തിൻ്റെ ഡിസൈൻ ടെക്നോളജി എന്ന് പറയുന്നത്. നമുക്കിന്ന് ഈ വിഷയം സംസാരിച്ചാലോ? റെഡിയല്ലേ? നമസ്കാരം. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ധനമില്ലാതെ ഒരു വാഹനത്തിനും ചലിക്കാനാകില്ല. വാഹനത്തിൻ്റെ സുപ്രധാന ഘടകമാണ് അവയുടെ ഇന്ധന ടാങ്ക്. ഈ ടാങ്കിൻ്റെ വലിപ്പവും ശേഷിയുമൊക്കെ വാഹനത്തിൻ്റെ റേഞ്ച്, കഴിവ് എന്നതിനെയൊക്കെ ബാധിക്കും. കൂടുതൽ ഇന്ധനം നിറച്ചാൽ കൂടുതൽ ഓടും. ഭൂമിയിലാണെങ്കിൽ ഇന്ധനം ആവശ്യമുള്ളപ്പോൾ അടിക്കാമെന്ന സൗകര്യമുണ്ട്. എന്നാൽ ഒരു വിമാനത്തിൽ അങ്ങനെ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ വിമാനങ്ങളിൽ പരമാവധി ഇന്ധനം ശേഖരിച്ച് വെക്കുന്ന രീതിയേ പറ്റുകയുള്ളൂ. മണിക്കൂറുകൾ പറക്കേണ്ട വലിയ വിമാനങ്ങളിൽ അപ്പോൾ വലിയ തോതിൽ ഇന്ധനം ഉണ്ടായില്ലേ പറ്റൂ. പക്ഷേ യാത്രക്കാർ, ലഗേജ് ഒക്കെ കഴിഞ്ഞ് എവിടെയാണിത് ശേഖരിക്കുക? ചിറകുകൾ. എന്ത്? ചിറകിലോ? അവിടെയാണോ ഈ 10,000 കിലോഗ്രാം ഇന്ധനം ശേഖരിക്കുന്നത്? ഒന്ന് പോണം ഹേ, തള്ളുന്നതിനൊരു പരിധിയൊക്കെ വേണ്ടേ? വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? വലിയ ഒരു ഓയിൽ ടാങ്കർ ട്രക്ക് വിമാനത്തിനടുത്തേക്ക് വരുന്നു, ഒരു ഹോസ് ചിറകുകളിൽ കണക്ട് ചെയ്യുന്നു. ഇതൊക്കെ നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഏകദേശം ഒരു ട്രക്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 40,000 ലിറ്ററാണ്. അത് മുഴുവൻ ആ ചിറകിൽ നിറയ്ക്കും. മറ്റേ ചിറകിൽ വേറെ ട്രക്ക്. നോക്കൂ, ട്രക്ക് വിമാനത്തെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. അങ്ങനെ ഒരു ചെറിയ സ്ഥലത്തെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ടാങ്കിലാണ് ഇത്രയും കൊള്ളുന്നത്. എന്നാൽ വിമാനത്തിൻ്റെ ചിറകിന് 15-20 മീറ്റർ നീളമുണ്ടാകും. ഇത്രയും നീളത്തിൽ പരന്നിരിക്കുന്നത് കൊണ്ട് അതിൽ എത്രത്തോളം ഇന്ധനം കൊള്ളുമെന്ന് പുറത്തു നിന്ന് നോക്കിയാൽ പെട്ടെന്നറിയുകയേയില്ല. ആന വായിലെ അമ്പഴങ്ങ പോലെ ഈ 40,000 ലിറ്ററൊക്കെ അവന് നിസ്സാരമാണ്. ഒരു ഡ്രീം ലൈനർ വിമാനത്തിൻ്റെ വിങ് സ്പാൻ അഥവാ 2 ചിറകുകളുടെ അഗ്രങ്ങൾ തമ്മിലുള്ള അകലം 60 മീറ്ററാണ്. അതിൻ്റെ വിസ്തീർണം 3,500 സ്ക്വയർ ഫീറ്റാണ്. അതായത് 380 സ്ക്വയർ മീറ്റർ. ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത് ഫ്യൂസലേജ് അഥവാ വിമാനത്തിൻ്റെ പള്ളയുമായി ചേരുന്നിടത്താണ്. പിന്നെ ക്രമേണ ഖനം കുറഞ്ഞു വരും. അപ്പോൾ ഏകദേശം 125-130 ഘനമീറ്റർ കപ്പാസിറ്റി ഉണ്ടാകും. ഒരു ഘനമീറ്ററിൽ 1000 ലിറ്റർ കൊള്ളും. അപ്പോൾ 125 ഘനമീറ്ററിൽ 1,25,000 ലിറ്റർ. സിമ്പിൾ കണക്കാണിത്. കാണുമ്പോൾ ഇത്രയ്ക്ക് തോന്നില്ല എങ്കിലും ഇതിൻ്റെ കപ്പാസിറ്റി ഇങ്ങനെയാണ്. ഏറ്റവും വലിയ വിമാനമായ എയർബസ് A380യുടെ വിങ് സ്പാൻ 80 മീറ്ററാണ്. ഫ്യുവൽ കപ്പാസിറ്റി 3,20,000 ലിറ്റർ. വിങ് സ്പാൻ എത്രയാണോ അതിൻ്റെ പകുതി കാണുമല്ലോ ഒരു ചിറകിൻ്റെ നീളം. അതിൻ്റെ ഭാരം 10,000-ഓളം കിലോഗ്രാം ഭാരമുള്ള എഞ്ചിൻ്റെ ഭാരം, അതിനുള്ളിൽ ഇന്ധനത്തിൻ്റെ ഭാരം എല്ലാം കൂടി ഒരു 30-35 ടണ്ണെങ്കിലും ഭാരം ഒരു ചിറകിനുണ്ടാകും. ഇത് വിമാനത്തിൻ്റെ ഫ്യൂസലേജിൽ ഒരു വശത്ത് മാത്രമാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കെട്ടിട നിർമ്മാണത്തിൽ കാൻഡിലിവർ രീതിയിൽ സ്ലാബുകൾ ഉണ്ടാക്കാറില്ലേ? കാൻഡിലിവർ എന്നാൽ ഒരു ഭാഗത്ത് മാത്രം ഉറപ്പിച്ചിട്ടുള്ളതും മറുഭാഗം പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടുമില്ലാതെ സ്വതന്ത്രമായി നിൽക്കുന്നതുമായ അവസ്ഥ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ സ്വതന്ത്രമായി നീണ്ടു നിൽക്കുന്ന ഭാഗത്തെ ഭാരം ക്രമീകരിക്കാൻ മറുഭാഗത്ത് അതിനനുസരിച്ചുള്ള ഭാരമുണ്ടാകും. വിമാനത്തിൻ്റെ ചിറകും കാൻഡിലിവർ മോഡലിലാണല്ലോ ഫ്യൂസലേജിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ചിറകിൻ്റെ ഭാരം ക്രമീകരിക്കുന്നത് ആ ജോയിൻറ്റിലൂടെ ബോഡിയിലേക്ക് ഭാരം സ്പ്രെഡ് ചെയ്തു പോകുന്ന രീതിയിലാണ്.
മറുവശത്തും ഇതേപോലൊരു ചിറകുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഏകദേശം ബാലൻസ് ചെയ്തു പോകും. ഇതാണ് വിമാന നിർമ്മാണത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ്. ഈ അതിഭീമൻ ഭാരവുമായി ഒരു വശത്ത് മാത്രമുള്ള ജോയിൻറ്റുമായി വിമാനങ്ങൾ പതിറ്റാണ്ടുകൾ പറക്കുന്നതാണ് ശരിക്കുള്ള ടെക്നോളജിക്കൽ മാർവൽ. നമുക്കറിയാം, വിമാനത്തിൻ്റെ ഏറ്റവും പ്രധാനവും സങ്കീർണവുമായ ഭാഗം എഞ്ചിനാണ്, സംശയമൊന്നുമില്ല. പക്ഷേ എത്ര മികച്ച എഞ്ചിനായാലും വിമാനം പറക്കണമെങ്കിൽ അതിൻ്റെ എയറോഡൈനാമിക് പ്രോപ്പർട്ടികൾ അതിസൂക്ഷ്മതയോടെ പാലിക്കണം. അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് ഈ ചിറകുകൾ. ഈ ചിറകുകളുടെ പ്രത്യേക ഷെയ്പ്പാണ് വിമാനത്തിന് ഉയരാൻ ആവശ്യമായ ലിഫ്റ്റ് നൽകുന്നത്. ഉയർന്നു കഴിഞ്ഞാൽ വായുവിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതും ഈ ചിറകുകളിലാണ്. പറക്കാനും ലിഫ്റ്റിനും ഒപ്പം ഇന്ധനം സൂക്ഷിക്കുന്ന ടാങ്കുകൾ എന്ന ധർമ്മം കൂടി വരുമ്പോൾ ചിറകുകൾ എന്നത് വിമാനത്തിൻ്റെ എല്ലാമായി മാറുകയാണ്. ഒരു വിമാനത്തിൻ്റെ ഡിസൈനിലെ ഏറ്റവും സങ്കീർണവും പ്രയാസമേറിയതും സമയമെടുത്ത് ചെയ്യുന്നതുമായ കാര്യമാണ് വിമാനങ്ങളുടെ ചിറകുകളുടെ ഡിസൈനും നിർമ്മാണവും. ചിറകുകളിലെ ടാങ്ക് എന്നത് പല അറകളിലായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നേരത്തെയുള്ള വിമാനങ്ങളിൽ ഇവ പുറത്തെടുത്ത് റിപ്പയർ ചെയ്യാനൊക്കെ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ടാങ്കുകൾ പൂർണ്ണമായും ചിറകുകളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയാണ്. പണ്ടൊക്കെ മൊബൈൽ ഫോണുകളുടെ ബാറ്ററി നമുക്ക് ഊരിയെടുക്കാൻ കഴിയുമായിരുന്നല്ലോ. അതുപോലെ ടാങ്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന പൈപ്പുകൾ, വാൽവുകൾ, മോട്ടോറുകൾ, വയറിങ്ങുകൾ, സെൻസറുകൾ, അങ്ങനെ ലക്ഷക്കണക്കിന് ഭാഗങ്ങൾ ഈ ചിറകിലുണ്ട്. അവ മിക്കതും ഇന്ധനത്തിൽ മുങ്ങിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചിറകുകളുള്ള വിമാനത്തെ വെറ്റ് വിങ് എയർക്രാഫ്റ്റ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞു കിടക്കുകയാണ്. വിമാനത്തിൻ്റെ ഇന്ധനം ശുദ്ധീകരിച്ച മണ്ണെണ്ണയാണ്. അതാണെങ്കിൽ അത്യന്തം ജ്വലനശേഷിയുള്ള ഹൈലി ഇൻഫ്ലൈമബിൾ ആയിട്ടുള്ള ഇന്ധനമാണ്. അപ്പോൾ 10,000 ലിറ്റർ ഇന്ധനത്തിൻ്റെ ജ്വലനശേഷിയും അപകട സാധ്യതയും എത്രത്തോളം ഉണ്ടാകും എന്നൊന്ന് ആലോചിച്ചു. ഒരു കാരണവശാലും ഷോർട്ട് സർക്യൂട്ടോ സ്പാർക്കോ ഉണ്ടാകില്ല എന്നുറപ്പുവരുത്തിയുള്ള നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. അതിനുള്ള വിദൂര സാധ്യതകൾ പോലും ഒഴിവാക്കിയുള്ള ടെക്നോളജികൾ ആണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഈ ജ്വലനശേഷി കൊണ്ട് തന്നെയാണ് വിമാന അപകടം ഉണ്ടാകുമ്പോൾ ആ വിമാനം കത്തും എന്നുള്ളത് ഉറപ്പാണ്. ഒരു ചെറിയ സ്പാർക്ക് മതി വിമാനം തറയെ തൊടുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉരയുമ്പോഴുണ്ടാകുന്ന ആ സ്പാർക്ക് മതി ഇതൊന്നായി പൊട്ടിത്തെറിക്കും. അതാണ് നമ്മൾ അഹമ്മദാബാദിലും കണ്ടത്. ആ തറയിൽ തൊടുന്നത് വരെ അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ തൊട്ടു ഒരു സ്പാർക്ക് ഉണ്ടായി, ആ നിമിഷം വിമാനം കത്തി. 8 മുതൽ 12 മാസം എടുത്താണ് ഓരോ വിമാനവും നിർമ്മിക്കുന്നത്. ഈ സമയത്തിൽ ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി തന്നെയാണ്. ഒരു ഡ്രീം ലൈനർ വിമാനത്തിലെ പാർട്സുകളുടെ എണ്ണം 2.5 മില്യൺ അഥവാ 25 ലക്ഷം. അതിലെ വയറിങ്ങുകൾ ഒന്ന് നീളത്തിൽ ഒന്നായിട്ടിങ്ങനെ വെച്ചാൽ 400 കിലോമീറ്റർ വരും. A380-ലാണെങ്കിൽ ഈ ഇൻഡിവിജ്വൽ പാർട്ടുകളുടെ എണ്ണം 40 ലക്ഷമാണ്. വയറിങ്ങിൻ്റെ നീളം 680 കിലോമീറ്റർ. കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഒരു വിമാനം എന്നത്. നമ്മൾ വെറുതെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ എത്ര വലിയ ഒരു എഞ്ചിനീയർ അത്ഭുതത്തിനകത്താണ് ഇരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ മഹാവിസ്മയം ഉണ്ടാക്കിയെടുക്കാനും സുരക്ഷിതമായി ഓപ്പറേറ്റ് ചെയ്യാനും എത്ര വലിയ ജ്ഞാനം ആവശ്യമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ടാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ വലിയ ശമ്പളം നൽകുന്നത്. അത്ര വലിയ ഉത്തരവാദിത്വമാണ് അവർക്ക് നിർവഹിക്കാനുള്ളത്. ബോയിങ്ങും എയർബസുമാണ് സിവിൽ ഏവിയേഷനിലെ ഭീമന്മാർ. ലോക മാർക്കറ്റിൻ്റെ 90% കൈകാര്യം ചെയ്യുന്നത് ഈ 2 കമ്പനികളാണ്. ഈ വൈഭവം അവർ ഒരു സുപ്രഭാതത്തിൽ നേടിയതൊന്നുമല്ല. പതിറ്റാണ്ടുകൾ എടുത്ത് ഒരുപാട് പരാജയങ്ങൾ നേരിട്ട് പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കൃത്യമായി അപ്ഡേഷനുകൾ വരുത്തി ആയിരക്കണക്കിന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒക്കെയാണ് അവർ ഈ നിലയിലെത്തിയത്. വ്യോമയാന മേഖല ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ യാത്രാമാർഗമായി വളർന്നത്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.